ഉത്തരാഖണ്ഡിൽ കേദാർനാഥ് തീർത്ഥാടകർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് 5 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഡെറാഡൂണിൽ നിന്നും കേദാർനാഥ് ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ട ഹെലികോപ്റ്റർ ഗൌരികുണ്ടിനും ത്രിയോഗി നാരായണിനും ഇടയിലുള്ള മേഖലയിലാണ് തകർന്നു വീണത്. പൈലറ്റ് ഉൾപ്പെടെ 7 പേരാണ് ഹെലികോപ്റ്ററിലുണ്ടായിരുന്നത്. ആര്യൻ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. തുറസായ വയലിൽ തീപിടിച്ചു കിടക്കുന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തുവന്നിട്ടുണ്ട്. മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. ബെൽ 407 മോഡൽ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. മേഘാവൃതമായ ആകാശവും കനത്ത മൂടൽമഞ്ഞും മോശം ദൃശ്യപരതയും അപകടത്തിന് കാരണമായെന്നാണ് വിലയിരുത്തൽ. ഹെലികോപ്റ്റർ നിലത്തിടിച്ചു വീണതിന് ശേഷം തീപിടിക്കുകയായിരുന്നു എന്നാണ് നിഗമനം. അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഉത്തരാഖണ്ഡ് SDRFും പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. എന്നാൽ മഴയും മഞ്ഞുവീഴ്ചയും ഉൾപ്പെടെയുള്ള പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനങ്ങൾക്കും വിലങ്ങുതടിയായി. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും സംഭവത്തിന് കാരണം കണ്ടെത്താൻ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഗർഹോൾ ഹിമാലയത്തിൽ 3583 മീറ്റർ ഉയരത്തിലാണ് കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗൌരികുണ്ടിൽ നിന്ന് 16 കിലോമീറ്റർ ദൂരമുള്ള ദുഷ്കരമായ ട്രക്കിംഗ് പാതയിലൂടെ എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. ട്രക്കിംഗിന് പകരം ഹെലികോപ്റ്റർ സർവീസുകളും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മേഖലയിലെ അനിശ്ചിത കാലാവസ്ഥയും ദുഷ്കരമായ ഭൂപ്രകൃതിയും ഹെലികോപ്റ്റർ യാത്രകളെ കൂടുതൽ അപകടകരമാക്കാറുണ്ട്. നാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.